ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പാടത്ത് പണിയെടുക്കുമ്പോ ഒരു പച്ചക്കറിയിൽ പൂ വിരിഞ്ഞ സന്തോഷത്തോടെ ഞാനത് നോക്കി നിൽക്കുമായിരുന്നു. അത് കായായിട്ട് മാറുമ്പോ മുതല് അതിന് കാവല് നിൽക്കുമായിരുന്നു. അമ്മാവനോട് ചോദിച്ചു നോക്കേ, പറമ്പിലും പാടത്തും ഒക്കെ പച്ചക്കറികൾ കൂടുതൽ വിളഞ്ഞു നിൽക്കുമ്പോ ഞാനതൊക്കെ പൊട്ടിച്ച് ഓരോരുത്തർക്ക് കൊടുക്കും. ഒരെണ്ണം പോലും പാഴായി പോരുതെന്നുള്ള നിർബന്ധമായിരുന്നു എനിക്ക്. എന്നിട്ടിപ്പോ ചാക്ക് കണക്കിന് ഞാനിപ്പോ കുഴി കുത്തി മൂടിയത്. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ. മോനെ, അങ്ങനെയൊക്കെ ചിന്തിച്ചാ നമുക്ക് ഒരിടത്തും എത്താൻ പറ്റില്ല. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് മോനെ. എല്ലാം ജീവിതത്തിന്റെ ഭാഗമാ. ഇതിപ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാരും അറിഞ്ഞു കാണും. അവർക്ക് എന്താ തോന്നുക? വലിയ കാര്യമായിട്ട് പറഞ്ഞുണ്ടാക്കിയതെല്ലാം പൊളിഞ്ഞുപോയി. ആന്റി, അവരൊക്കെ ഓണത്തിന് കാശ് കിട്ടുന്നതും കാത്തിരിക്കുക. മക്കൾക്ക് ഡ്രസ്സ് വാങ്ങണം, കെട്ടിച്ച് വിട്ട വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരുടെ മുന്നിൽ ചെന്ന് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ? ജീവിതം ഇങ്ങനെയൊക്കെയാണ്, സഹിച്ചോന്ന് പറയണോ? അതിനേക്കാളും ഭേദം ആ പാവപ്പെട്ടവരെ കൊല്ലുകയല്ലേ? മോനെ, ഇനി നീ അധികം ഒന്നും സംസാരിക്കണ്ട. കുറച്ചു നേരം ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആദ്യം ശരീരത്തിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. മോളെ കൂട്ടിക്കൊണ്ടുപോ. ചെല്ലു മോനെ, വാ. പ്ലീസ് ഹരി, ഇനി അതിനെ കുറിച്ചൊന്നും പറയണ്ട. എന്താണ് പരിഹാരം എന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവം നമ്മളെ കൈവിടില്ല. ഇനി ആർക്കും ഒന്നും തടയാൻ പറ്റില്ല. ഞാൻ കിടക്കല്ലേ? ഈ ശരീരത്തിന്റെ തളർച്ച മാറണമല്ലോ. ഇനി വരിവരിയായിട്ട് ഓരോ പ്രശ്നങ്ങൾ എന്നെ കാത്തു നിൽക്കുകയാണല്ലോ.